ഹേ ഗായ്സ്, ഹാപ്പി ദിവാലി ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ദിവാലി സ്പെഷ്യൽ ആയിട്ട് 2 ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഭയങ്കര ഹെൽത്തിയാണ്. ഒന്ന് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, അത് നമ്മുടെ മക്കാന നട്ട്സ് ലഡു ആണ് കേട്ടോ. രണ്ടാമത്തത് നമ്മൾ ഈ ഒരു ഹെൽത്തി സ്നാക്ക് മിക്സ് ആണ്, അതും മക്കാനയും നട്ട്സും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മക്കാന നട്ട്സ് ലഡു ആണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ മക്കാന 1 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, പിന്നെ പീനട്ട്സും കുറച്ച് മുന്തിരിയും. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് നട്ട്സും ആഡ് ചെയ്യാം. എസ്പെഷ്യലി മത്തൻകുരു ഒക്കെ കിട്ടിയ, പംകിൻ സീഡും ഒക്കെ കിട്ടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അടികട്ടിയായിട്ടുള്ള ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് മക്കാന ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മക്കാന റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരം പഞ്ഞി പോലെ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് അതൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് മുന്തിരി ഒഴികെ ബാക്കി എല്ലാ നട്ട്സും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാവും അണ്ടിപ്പരിപ്പൊക്കെ, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച മക്കാന ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനിക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരുമിച്ചാണ് ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കുന്നത്, വേറെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും തോന്നെ കേട്ടോ. ശർക്കരപ്പാനി തയ്യാറാകുമ്പോഴേക്കും നമുക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മക്കാനയും നട്ട്സൊക്കെ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മാവ് കുഴയ്ക്കുന്ന ഒരു പരുവം പോലെ ആവും. ആ പരുവത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ലഡുവിന് ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോരോ മുന്തിരി വെച്ച് കൊടുക്കാം, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി സ്നാക്സ് ആണ്. അതിനാദ്യം ഇതേപോലെ തന്നെ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ 2 കപ്പ് മക്കാന ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയം ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് ആഡ് ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കടല ഇട്ട് കൊടുത്തു, പിന്നെ ആൽമണ്ട്സും കാഷ്യൂ, പിന്നെ ഒരു വെളുത്തുള്ളി, തോലോട് കൂടിയ വെളുത്തുള്ളി ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മാക്സിമം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിനൊരു നല്ലൊരു കളറും കൂടെ ഉണ്ടാവും, അത്ര എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മളെ റോസ്റ്റ് ചെയ്ത് വെച്ച മക്കാനയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി ദിവാലി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.